CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് നടന്ന അക്രമ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഒളിവിൽ താമസിച്ചിരുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. 1 കിലോയിലധികം വരുന്ന കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശിയായ 19കാരനെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മണ്ണാർക്കാട് ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു. കോട്ടപ്പാടം അമ്പലപ്പാറ കരടിയോട് സ്വദേശി മണികണ്ഠന്റെ ഭാര്യ ബിന്ദുവാണ് ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ക്ഷേത്രത്തിൽ പുതിയ ഓഫീസറായി സച്ചിൻ വർമ്മ ചാർജ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ടംപാത്രം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് നിലവറയിൽ സൂക്ഷിച്ച 15 ഗ്രാമിലധികം തൂക്കമുള്ള കല്ലുവെച്ച കിരീടം കാണാതായതായി അറിഞ്ഞത്. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ CN ശിവദാസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വെള്ളിയാഴ്ച ദേവസ്വത്തിന് റിപ്പോർട്ട് കൈമാറി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. റിപ്പോർട്ടിൽ ദിനേശനെതിരെ ഗുരുതര പരാമർശമാണുള്ളത്. 2023 ദിനേശൻ ഓഫീസറായി ചുമതലയേൽക്കുമ്പോൾ പണ്ടംപാത്രം രജിസ്റ്റർ പരിശോധിച്ച് ഒപ്പിട്ടിരുന്നു. 2023നും 25നും ഇടയിലാണ് കിരീടം കാണാതായത്. കിരീടം സാധാരണ ദിവസങ്ങളിലോ വിശേഷങ്ങൾക്കോ ഉപയോഗിക്കാറില്ല. ചുറ്റമ്പലത്തിനുള്ളിൽ അതിസുരക്ഷയുള്ള നിലവറ ലോക്കറിന്റെ താക്കോൽ കൈവശം വയ്ക്കുന്നത് ചുമതലയുള്ള ദേവസ്വം ഓഫീസറാണ്. സംഭവത്തിൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് തിരുവില്ലാമല ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KK കല പരാതി നൽകിയിട്ടുണ്ട്. ജൂൺ 14 ദേവസ്വം ഓഫീസറായി ചുമതലയേറ്റ സച്ചിൻ വർമ്മ സംഭവം യഥാസമയം അറിയിച്ചില്ലെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഇതിൽ ഓഫീസറോട് ദേവസ്വം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കമ്മീഷണർ SR ഉദയകുമാർ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് 8 വയസ്സുകാരന് നൽകിയ ഗുളികയിൽ ലോഹ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സ്വമേധയാ നടപടി സ്വീകരിച്ചു. കുട്ടിയോട് പകുതി ഗുളിക കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഗുളിക പൊട്ടിച്ചപ്പോഴാണ് ലോഹ കഷ്ണം കണ്ടെത്തിയത്. വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജനകീയ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, നഗരസഭാ സെക്രട്ടറി എന്നിവരോട് കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ശേഷം ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് നൽകി അലസിപ്പിക്കുകയും ചെയ്ത പ്രതി പിടിയിൽ. മലപ്പുറം സ്വദേശി മുഹമ്മദ് ഹാരിഷാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത്. ഇൻസ്പെക്ടർ വിഷ്ണു, സബ് ഇൻസ്പെക്ടർ പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിവാഹിതനും 4.5 വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവുമായ പ്രതി അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നത്. പ്രതി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴിയും നിരവധി പെൺകുട്ടികളെ ട്രാപ്പിലാക്കിയതായും ക്രൂരമായ ബലാത്സംഗങ്ങളും അപോർഷനുകളും നടത്തിയതായും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതായും സൂചന ലഭിച്ചിട്ടുണ്ട്. CCN മലപ്പുറം. മണ്ണാർക്കാട് ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു. കോട്ടപ്പാടം അമ്പലപ്പാറ കരടിയോട് സ്വദേശി മണികണ്ഠന്റെ ഭാര്യ ബിന്ദുവാണ് ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവവേദന വന്നതിനെ തുടർന്ന് യുവതിയുമായി മണ്ണാർക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ആംബുലൻസ് പാഞ്ഞെങ്കിലും ആശുപത്രിയിൽ എത്തും മുൻപ് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയപ്പോൾ ബിന്ദു പ്രസവിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ കുഞ്ഞിന് മരണം സംഭവിക്കുകയായിരുന്നു. ഒരു വന്നു പ്രൊമോട്ടർ വണ്ടി വിളിച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്നെ ചോദിച്ചത് ഞാൻ ഒരുങ്ങി വന്നപ്പോൾ തന്നെ ഒരു വണ്ടി വിളിച്ച് വന്നു. അപ്പോൾ ഇവിടേക്ക് എത്തിക്കുന്നു. പ്രസവിച്ചു കുട്ടിക്ക് സംഭവിച്ച കുട്ടിക്ക് ഇവിടെ എത്തിയിട്ടാണ് പറഞ്ഞത്. അനക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പറഞ്ഞു ഒരു കുട്ടി ഒരു രണ്ടാളാണ് വന്നത്.
CCN മണ്ണാർക്കാട്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് നടന്ന അക്രമ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഒളിവിൽ താമസിച്ചിരുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. രണ്ടാം പ്രതിയായ കോങ്ങാട് സ്വദേശി ശബരി എന്ന അൻസാറിനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ S. അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 27-നാണ് കേസിനാസ്പദമായ സംഭവം. പാലക്കാട് സ്വദേശി ഫാസിൽ അലിയെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ജംഗ്ഷനിൽ വെച്ച് മർദ്ദിച്ചതായാണ് ശ്രീകൃഷ്ണപുരം പോലീസിന് പരാതി ലഭിച്ചത്. ഫാസിൽ അലിയുടെ മൊഴിപ്രകാരം അമീർ എന്നയാൾ ഫോണിൽ വിളിച്ച് കോളേജ് അഡ്മിഷന്റെ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മണ്ണമ്പറ്റ ജംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് കല്ലടിക്കോടുള്ള ഷബീബിന് കൊടുക്കാനുള്ള പണം നൽകിയതിനു ശേഷം പോയാൽ മതിയെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കല്ലടിക്കോടുള്ള ഷബീബും സ്ഥലത്തെത്തി. ഇവർ സംഘം ചേർന്ന് ഫാസിൽ അലിയെ മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാർ ഇടപെട്ടതോടെ അമീറും ശബരിയും ഷബീബും കാറിൽ രക്ഷപ്പെട്ടു. കല്ലടിക്കോടുള്ള ഷബീബും ഫാസിൽ അലിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് സംഭവത്തിൽ കലാശിച്ചതെന്നും ശ്രീകൃഷ്ണപുരം പോലീസ് അറിയിച്ചു. ഫാസിൽ അലിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംഭവത്തിന്റെ പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ 1 കിലോയിലധികം വരുന്ന കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശിയായ 19-കാരനെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. അങ്ങാടിപ്പുറം തട്ടാരക്കാട് റോഡിൽ തട്ടാരക്കാട് അംഗൻവാടിക്ക് സമീപത്തു നിന്നാണ് പശ്ചിമബംഗാൾ പർഗാനാസ് ജില്ലയിലെ നൈനാൻപൂർ സ്വദേശി പ്രീതം ബാഗ് പിടിയിലായത്. കൈവശം സൂക്ഷിച്ച ബാഗിൽ നിന്നാണ് 1 കിലോ 200 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ വഴി വ്യാപകമായി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടത്തുന്നുണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. യൂനുസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 19-കാരൻ പിടിയിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പരിശോധനാ സംഘത്തിൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ M. യൂനുസ്, AEI P. അശോക്, പ്രിവന്റീവ് ഓഫീസർമാരായ സുനിൽകുമാർ, സായിറാം, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംസുദ്ദീൻ, അബ്ദുൾ ജലീൽ, E. ജിഷ്ണു, P. അബ്ദുൽ ബാസിദ്, WC EO സിന്ധു എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി SDPI ബ്രാഞ്ച് മുതൽ ജില്ലാ ഭാരവാഹികളെ പങ്കെടുപ്പിച്ച് ജില്ലാ നേതൃസംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പി ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഇവന്റ് സെന്ററിൽ നടന്ന നേതൃസംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അലവി KT സ്വാഗതവും പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അബൂബക്കർ ചെറുകോട് നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA-യുടെ ഫ്ലെയിം സമഗ്ര വിദ്യാഭ്യാസ കർമ്മ പദ്ധതി 4ാം എഡിഷന്റെ ഫ്ലെയിം എഡ്യു കോൺക്ലേവ് 2025 സംഘടിപ്പിച്ചു. അനുമോദന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് 8-9 വർഷം മുമ്പ് ആ മണ്ഡലത്തിലേക്ക് 10 വർഷമായി തോന്നുന്നു 10 വർഷം മുമ്പ് ആ മണ്ഡലത്തിലേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അനുവദിച്ച കോളേജ് ഇന്ന് വരെ പ്രാബല്യത്തിലായിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ പരാതിയാണ്. ആ പരാതി കേൾക്കുമ്പോൾ ഒക്കെ ഞാൻ ഷംസുദ്ദീനെ ഓർത്തു. ഇത് ആദ്യഘട്ടം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലമാണ്, ഉമ്മൻചാണ്ടിയുടെ കാലമാണ്. അന്ന് കേരളത്തിൽ 30ഓളം പുതിയ കോളേജുകൾ അനുവദിച്ചതിൽ ആദ്യത്തെ കോളേജ് മണ്ണാർക്കാട്ടെ അട്ടപ്പാടി കോളേജാണ്. അത് ഇന്ന് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ MLA-മാർക്കും കോളേജ് ഇല്ലാത്ത സ്ഥലത്ത് ഒരു സർക്കാർ കോളേജ് കൊടുക്കാൻ ആ ഗവൺമെന്റ് തീരുമാനിച്ചു. പലരും അവിടെ ആ അസംബ്ലി മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടറിൽ, അതാണല്ലോ ഏറെ പ്രസിദ്ധി ഉണ്ടാകുക, പ്രചാരം ഉണ്ടാകുക. അപ്പൊ ആ മണ്ഡലത്തിലെ ഹെഡ്ക്വാർട്ടർ തെരഞ്ഞെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടൗണ്, നഗരപ്രദേശം ഒക്കെ തെരഞ്ഞെടുത്താണ് അവരൊക്കെ കോളേജുകൾ അനുവദിച്ചെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ MLA കോളേജ് അനുവദിച്ചത് അധികം ആലോചിച്ചില്ല. 2 വട്ടം ആലോചിക്കാതെ വിദ്യാഭ്യാസപരമായി ജില്ലയിലും സംസ്ഥാനത്തും പിറകോട്ട് നിൽക്കുന്ന നമ്മുടെ ഗിരിവർഗ മേഖലയായ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർ ജീവിക്കുന്ന അട്ടപ്പാടിയെയാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് നല്ലൊരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും ചെയ്യില്ല. SSLC +2 സമ്പൂർണ്ണ A+, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ജേതാക്കളായ 800-ൽ പരം വിദ്യാർത്ഥി പ്രതിഭകളും 100% വിജയം കൈവരിച്ച 30ഓളം വിദ്യാലയങ്ങളും അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു. N. ഷംസുദ്ദീൻ MLA അധ്യക്ഷനായി.
ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് സുരഭിലക്ഷ്മി എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പിന്നീട് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എൻ്റെ വീടിനടുത്തുള്ള ഒരു കള്ള് ഷാപ്പിന്റെ മുന്നിൽ ഏതോ ഒരു കള്ള് കുടിച്ചു പോകുന്ന ഒരാള് ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു ദേശാഭിമാനി പത്രത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയില് BA ഭരതനാട്യത്തിന് 5 ഒഴിവും കൂടെ ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ളത് ആകെ എന്താ പറയുക, ഭരതനാട്യം, മോഹിനിയാട്ടം, ഇങ്ങനെ ഇതൊക്കെ കലാമണ്ഡലത്തിൽ പോയി പഠിക്കണം എന്നുള്ള വിവരം അറിയാം. ഇപ്പൊ നമ്മളുടെ ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹം വടകര എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടൗണിലാണ്. ഞാൻ അതിനേക്കാൾ ഉള്ളിലുള്ള ഒരു നരിക്കുനി എന്ന് പറയുന്ന കുറച്ചും കൂടി എന്താ പറയാ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെയുള്ള തൊട്ടടുത്തുള്ള സ്ഥലം ഉണ്ട് വട്ടോളി. എല്ലാം ചിരിയൊക്കെ വരുന്ന നല്ല സ്ഥലങ്ങളാണ്. വട്ടോളി, മൂർക്കംകുണ്ട്, ചെറ്റക്കടവ്, ചളിക്കോട് എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള പേരുകളുള്ള ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് BA ഭരതനാട്യം പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഡിഗ്രിക്ക് ഞാൻ BA ഇംഗ്ലീഷിന് ചേർന്നെങ്കിലും എനിക്കറിയാം എൻ്റെ അകത്ത് എവിടെയോ ഉള്ളത് ഒരു കലാകാരിയാണ്. ഞാൻ ആ കലാകാരിയാണ് തേടി പോകേണ്ടത്. അവിടേക്ക് പോയാൽ മാത്രമേ എനിക്ക് അത് എക്സൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ BA ഭരതനാട്യം പഠിക്കാൻ വേണ്ടി പോയത്. അവിടെ നിന്ന് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. അപ്പോഴും നമുക്കൊരു മനസ്സിലായി ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ പങ്കെടുത്ത മണ്ണാർക്കാട് സ്വദേശി NB സുബേദാർ C ഹസൈനാർ NMMS പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 2ാം റാങ്ക് നേടിയ നെല്ലിപ്പുഴ DHSS വിദ്യാർത്ഥിനി MK ഹിബ ഫാത്തിമ, +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ M രമ്യശ്രീ, സമ്പൂർണ്ണ A+ വിജയികൾ, സ്കോളർഷിപ്പ് ജേതാക്കൾ തുടങ്ങിയവർക്ക് ഫ്ലെയിം എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു. മികച്ച വിദ്യാലയങ്ങൾക്കുള്ള അച്ചീവ്മെന്റ് പുരസ്കാരങ്ങളുടെ വിതരണം, മണ്ഡലത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കുള്ള സ്നേഹാദരം, സുസ്ഥിര മികവിന്റെ 14 വർഷങ്ങൾ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. രമേശ്രീ 1200-ൽ 1200 സയൻസ് വിഷയത്തിൽ നേടി നാടിന്റെ അഭിമാനമായി മാറിയ രമേശ്രീ സംഘാടക സമിതി ചെയർമാൻ ഹമീദ് കൊമ്പത്ത് ഫ്ലെയിം അവാർഡുകളുടെ വിശകലനവും സിദ്ദിഖ് പാറോക്കോട്ട് റിപ്പോർട്ട് അവതരണവും നടത്തി. നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, AEOC അബൂബക്കർ, അഡ്വക്കേറ്റ് TA സിദ്ദിഖ്, KPS പയ്യനടം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൺവീനർ ഡോക്ടർ T സൈനുൽ ആബിദ് സ്വാഗതവും ജോയിന്റ് കൺവീനർ KG ബാബു നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്. മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നത് വായനയും വിദ്യാഭ്യാസവുമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു. മലപ്പുറത്ത് വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനം നിലച്ചുപോയ പല ഗ്രന്ഥശാലകൾക്കും ജീവൻ കൊടുത്തു. അങ്ങനെ ജീവിതകാലം മുഴുവൻ വായനയ്ക്കും എഴുത്തിനും ഗ്രന്ഥശാലകൾക്കും വേണ്ടി ജീവിച്ച ആളാണ് അദ്ദേഹം. മരിക്കുമ്പോൾ 86 വയസ്സുണ്ട്. 86 വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും പണ്ട് പെരുന്തച്ഛന് തോന്നിയതുപോലെ. പെരുന്തച്ഛനോട് പെരുന്തച്ഛൻ്റെ മകൻ ചോദിച്ചു, അച്ഛ, ഈ കാണുന്ന രമ്യഹർമ്മ്യങ്ങൾ, ഈ നല്ല കെട്ടിടങ്ങളെല്ലാം നമ്മുടെ ഈ കൈകൾ കൊണ്ട് നിർമ്മിച്ചതല്ലേ, എന്നിട്ട് നമുക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പെരുന്തച്ഛൻ അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മോനെ, നമ്മൾ ഉണ്ടാക്കിയ ഈ രമ്യകർമ്മ്യങ്ങളും ചെറിയ വീടുകളും ഒക്കെ നമ്മുടെ ഈ കൈകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലേ. നമ്മൾ ഉണ്ടാക്കിയ വീട് നമ്മുടെ തന്നെ വീടല്ലേ. അതിൽ ആര് താമസിച്ചോട്ടെ, ആര് താമസിച്ചാലും അത് നമ്മുടെ തന്നെ വീടല്ലേ എന്നാണ് ചോദിച്ചത്. അതുപോലെ ഈ ലൈബ്രറികൾ, ഈ ഗ്രന്ഥശാലകൾ മുഴുവൻ തൻ്റേതു കൂടിയാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ആ ലൈബ്രറിയിൽ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ ഈ പത്രം വിരിച്ച് കിടന്നാൽ മതി എന്ന് അദ്ദേഹം. മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും PN പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായാണ് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചത്. മഞ്ചേരി HMY ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ KK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ് വായനാ ദിന സന്ദേശം നൽകി. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ A ഷഫ്ന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CCN
മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് നടന്ന അക്രമ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഒളിവിൽ താമസിച്ചിരുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. 1 കിലോയിലധികം വരുന്ന കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശിയായ 19കാരനെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മണ്ണാർക്കാട് ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു. കോട്ടപ്പാടം അമ്പലപ്പാറ കരടിയോട് സ്വദേശി മണികണ്ഠന്റെ ഭാര്യ ബിന്ദുവാണ് ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.